ചില സമയത്ത് ചിലർക്ക് ഇതുപോലെ ഒരു സംശയം വരും. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? അതില്ല, എൻ്റെ കയ്യിരിപ്പ് എനിക്കറിയാമല്ല. അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുതാപം ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായാൽ മതി. കാര്യം അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം അഭിഷേകം ഉണ്ടാവും. ഉടമ്പടി ഒരു സത്യത്തിൻ്റെ ആരാധനയാണ്. കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ സമരക്കാര്യത്തിൽ പറയത്തില്ലേ, ആത്മാവിനും സത്യത്തിലും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 4 ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 4:23. യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പൊ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയാണ്. എന്താണ്? ആത്മാവിലും സത്യത്തിലും. ആത്മാവിലെന്ന് പറയണത് എന്താ? ആത്മാവിൽ ആരാധിക്കുക. അപ്പം നിങ്ങളവർക്ക് ഇങ്ങനെ കലകുല സ്വസ്ഥർക്കം മസ്തർക്കം ക്രിസ്തർക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാഷാപര പ്രാർത്ഥന ചെയ്യുന്നതാണ്. അല്ല, അങ്ങനെയല്ല. ആത്മാവിൽ ആരാധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ലൂക്ക 8:26 എടുത്തേ, റോമ 8:26 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നീ വിശുദ്ധിയുള്ള ആളാണെങ്കിൽ, നീ നീതിയുള്ള ആളാണെങ്കിൽ യഥാർത്ഥ മധ്യസ്ഥൻ രംഗത്ത് വരും നിനക്ക് വേണ്ടി. ആരാണത്? പരിശുദ്ധാത്മാവ്. നിൻ്റെ ആരാധന വിശുദ്ധിയുള്ളതാണെങ്കിൽ, നിൻ്റെ ആരാധന നീതിയുള്ളതാണെങ്കിൽ അതിനെ സത്യത്തിൻ്റെ ആരാധന എന്ന് പറയും. അങ്ങനെ നീ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥ മധ്യസ്ഥൻ വരും. മധ്യസ്ഥൻ എന്താ ചെയ്യണത്? മധ്യസ്ഥനെക്കുറിച്ച് എന്താ പറയുക? മധ്യസ്ഥൻ്റെ റോൾ എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രൈസലാ പറഞ്ഞേ. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അവാച്യമായ നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകമൊന്നുമില്ലാത്ത ഒരു ഫീലിംഗ് മതി, നമുക്ക് ഒരു വികാരം മതി. വിശുദ്ധിയും നീതിയും ഉള്ളവർക്ക് ഒരു ചിന്ത മതി, ഒരു ആഗ്രഹം. ദൈവമേ അത് ശരിയായില്ലല്ലോ എന്ന് നാക്കുകൊണ്ടെടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു ടൈം കഴിഞ്ഞാൽ നാക്കിന് വലിയ പ്രാധാന്യം പ്രാർത്ഥനയും ഇല്ലാണ്ട് വരും. അതാണ് അവാച്യം, വാക്കുകളില്ല എന്നർത്ഥം. അപ്പം നാക്കിൻ്റെ റോള് കുറയും. ഒരു ഓർമ്മ മതി, ഒരു ചിന്ത, ഒരു ആഗ്രഹം ഉള്ളിൽ വന്നാൽ മതി. നീ വിശുദ്ധിയിലും നീതിയിലുമൊക്കെ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, നീ ദൈവ പൈതലായി കഴിയുമ്പോൾ, ദൈവമേ എന്ത് ചെയ്യും, തെറ്റി നടപടി വരുന്നല്ലോ, ആരോട് ചോദിക്കാനാണെന്ന് നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിൻ്റെ വിളിപ്പുറത്ത് അതിൻ്റെ സമാധാനവുമായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രശ്നം. ഉടമ്പടി ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ഇപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഉടമ്പടി ഇന്ന് ലഭ്യമായ ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രയർ പ്രോജക്റ്റാണ് ശരിക്കും. അതിൻ്റെ വെട്ടിക്കെട്ട് പോലെ. കാര്യം നിങ്ങളുടെ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കണ്ടിട്ടില്ലേ? ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് എൻ്റെ ഒരു കണക്കൂടലാണെങ്കിൽ ശതമാനം കുറവാണ്. ദാറ്റ് മീൻസ് ജനങ്ങൾ ആ ഉടമ്പടിയുടെ മുഴുവനും അരൂപിയിലല്ല ജീവിക്കണത്. ഇതൊരെന്തോ ഒരു ഫങ്ഷൻ പോലെ ആരോ പറഞ്ഞ് കേട്ടിട്ട് എന്തോ വന്ന് കാണിച്ച് അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ശതമാനത്തിൽ കുറച്ച് വരണത്. സാക്ഷ്യങ്ങൾ പറയണതെല്ലാം വെടിക്കെട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. എന്നാ സാക്ഷിയാണ്? മേരി തൃശ്ശൂർ അവർ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എണ്ണി ഒരു പ്രശ്നങ്ങൾ പറയാനുണ്ട്.
ഒരു ഇന്ത്യൻ ടീച്ചറാണെന്ന് തോന്നാം, റിട്ടയർഡാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇൻഡാസ് വന്നിരിക്കുക. എന്നാ ഇൻഡാസ്? 2 കൊല്ലത്ത് ഇൻകം ടാക്സിൻ്റെ അടക്ക റെമിറ്റ് ചെയ്യാനുണ്ട്, 4 കൊല്ലത്ത്. അപ്പോൾ അതൊരു 4 കൊല്ലം. അപ്പോൾ ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്നാണ് പറയണത്. ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്ന് അവർക്കെങ്ങാനും തോന്നിയാൽ പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ കത്ത് കൊടുക്കാനോ അപേക്ഷ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആദ്യം പൈസ അടക്കാൻ പറയുക, ദെൻ കംപ്ലൈൻ്റ് എന്ന് പറയും. കാര്യം അവരൊത്തിരി സ്ക്രൂട്ടണി ചെയ്തിട്ടാണ് നമുക്ക് അപേക്ഷ വിടുന്നത്. ഇപ്പം ടീച്ചർ പൈസ നല്ല ഭീമമായ എമൗണ്ട് ഉണ്ട്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുത്തിട്ട് ടീച്ചറിന് വേറെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാര്യം ടീച്ചറിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. ഫ്രണ്ടിനെ വയറൊക്കെ വീർത്തിങ്ങനെ മെത്തി ഫ്ലൂയിഡെല്ലാം കിടന്നിട്ട്, അതായത് അങ്ങനെ ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. അത് കണ്ടാൽ പേടിച്ചു പോകും. അപ്പോൾ അവർക്ക് 4 ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ ഈ ടീച്ചർ എന്നിട്ട് ഉടമ്പടി തൈലം അവിടെ വയറയിൽ പെരട്ടും. അവർ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക. പുറത്തവിടെ ബന്ധുക്കളിരിപ്പുണ്ട് ICUവിൻ്റെ പുറത്ത്. അവർ പുറത്തിറങ്ങിയിട്ട് ഈ കാശ് രൂപ, ഉടമ്പടി കാശ് രൂപ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവർ ഇവിടെ കിടപ്പ് കണ്ടിട്ട് ബോധമില്ലാതെ നിവൃത്തിയില്ലാതെ ഇന്ന് രാത്രി മരിക്കുമെന്ന രീതി കിടക്കണ കണ്ടിട്ട് ഈ കാശ് രൂപം ബ്ലൗസിൽ കുത്തി കൊടുക്കും. അവരെല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും, പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവരെ കേട്ടതും കേൾക്കാത്ത പോലെ ഇരിക്കും. കാര്യം എന്താ, അവർ സൂറായിക്കാരാണ്. സിറിയൻ കാത്തലിക്സ് അല്ല, അത് കാത്തലിക്സാണ്. ഇത് തൃശ്ശൂരുള്ളൊരു പ്രത്യേക സഭയാണ്. അപ്പോൾ അവർക്ക് മാതാവില്ല. അപ്പോൾ മാതാവിൻ്റെ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവത്തില്ല. അതാണ് പ്രശ്നം. ടീച്ചറാണെങ്കിൽ മാർത്തവുമായ കാത്തലിക്കല്ല. പക്ഷേ ടീച്ചർ ഉടമ്പടിയിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളാണ്. അതാണ് പറയുന്നത്. ഈ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ഇത് ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക? അതിന് കാത്തലിക്സ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ടേ ആവും. അതുകൊണ്ട് ടീച്ചർ ഇത് കുത്തിയിട്ട് പുറത്ത് വന്നിട്ട് ഇവരോട് പറയും. ഇവരെ കേട്ടതും കേൾക്കാത്തതും പോലെ ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് ഈ ബോധം കെട്ട് കിടന്ന ഈ വയറിങ്ങനെ വീർത്ത് മെത്തി ഫ്ലൂയിഡ് അടിച്ചിരിക്കുന്ന ആ രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് വരും, ആരും ചോദിക്കാതെ. ICUന്ന് ഇറക്കിയാൽ എന്നിട്ട് പറയും, ഒന്നും സംഭവിക്കാതെ. ഈ കുത്തിയ കാര്യം കാശിനും കുത്തിയ കാര്യമോ ഉടമ്പടി തരം വയറും തെച്ച കാര്യം അവർക്കറിയത്തില്ല. അവർ വന്ന് ബന്ധുക്കളോ പറയും, നമുക്ക് കടയിൽ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അവർ പോയി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കും. 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കും അവർ. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ഫുഡെല്ലാം വയറ്റിൽ നിന്ന് പോകും. ഡോക്ടർ വന്ന് എടുത്ത് കളയും. അപ്പോഴങ്ങനെ വന്നാൽ അത് ഹീലാവും. അപ്പം അങ്ങനെ ഒരു അടയാളം ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇൻകം ടാക്സ് വരണത്. ഇൻകം ടാക്സിൻ്റെ ഓഫീസിൽ ചെല്ലും ടീച്ചർ. ഓഫീസിൽ ചെല്ലുമ്പോൾ പറയുമ്പോൾ ഇത് ഓഫീസർ പറയും. അപ്പം ഇവിടെ ആദ്യം അച്ഛനെ കാണാൻ വരും. അച്ഛനെ കാണാൻ വരുമ്പോൾ ഈ ടീച്ചർ ഈ ഇൻകം ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ 2 മീറ്റർ 3 മീറ്റർ കിട്ടണത്. അതായത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ആ വിഷയം മാതാവിൻ്റെ മധ്യസ്ഥയിൽ കേട്ട് യേശുനാമത്തിൽ കൈവച്ച് കൊടുക്കുന്ന ശുശ്രൂഷ മാത്രമേ ഇവിടെ ഉള്ളൂ. അത്രയും മതി. കാര്യങ്ങൾ നടക്കാത്ത മതി. അല്ലാതെ ഈ 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ കുളകുളാന്ന് സംസാരിച്ച് ഞാൻ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. കാര്യം നിങ്ങൾ സംസാരിക്കേണ്ടതല്ല ഇവിടെ. ആ വിഷയം എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. ഇതൊക്കെ ഓൺലൈനിൽ എപ്പോഴും പ്രെയർ ചെയ്തിട്ടിരിക്കുന്ന വിഷയമാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടുമുട്ടുക, തലയിലൊന്ന് കൈവെക്കുക, അത്രേ അവിടെ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് അറിയാൻ പാലാത്ത ഒരു ഉടമ്പടിയിൽ അത്ര സജീവമല്ലാത്ത ആൾക്കാരാണ് വാകുളശ്ശേരികളെപ്പോലെ ഇവിടെ കിടന്ന് കണാകുണാക്കെ സംസാരിക്കുന്നത്. ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഉടമ്പടി ഉഴപ്പിയ കേസാണെന്ന് മനസ്സിലാവും. ഉടമ്പടിയെക്കുറിച്ച് ബുദ്ധിബോധമില്ലാത്ത വർഗ്ഗമാണ് കിടന്നുകൊണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഓഫീസിൽ നിന്ന് എനിക്ക് കറക്റ്റ് എൻ്റെ ഷോട്ട് തന്നിട്ടുണ്ട്. ആ സാധനം വർക്കൗട്ട് ചെയ്യും മര്യാദക്ക് നിന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. പക്ഷേ ഈ എല്ലാവരും പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാവും ശരിക്കും. കാര്യം ഈ 10-21 ലക്ഷം ആൾക്കാരുടെ വിഷയങ്ങൾ കേട്ടത് കാരണം വാ പൊളിക്കുമ്പോൾ തന്നെ ഇതാണ് വിഷയമെന്ന് നമുക്കറിയാം.
പക്ഷേ ഇവിടെ ഇൻകം ടാക്സിൽ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും റെമിറ്റൻസ് വന്നു എന്നുള്ളത് ഇവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഇവരങ്ങനെ ചതിക്കുന്ന ആളല്ല, ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന ആളല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇത്രയും അരിയർ വന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ ഇൻകം ടാക്സ് പേപ്പർ വെക്കും. ഇൻകം ടാക്സ് പേപ്പർ വെക്കുമ്പോൾ മാതാവ് എന്നോടൊരു കാര്യം പറയും. എനിക്ക് ആ മേഖല അറിയാൻ പാടില്ലാത്തതാണ്, ഓഡിറ്റിംഗ് മേഖല അറിയാൻ പാടില്ലാത്തതാണ്. മാതാവ് എന്ന് വന്നിട്ട് ഇവിടെ തലയെ കൈവച്ച് കഴിയുമ്പോൾ TN എന്നും പറഞ്ഞ് ഈശോ എഴുതി കാണിക്കും, TN. അപ്പോൾ ഞാൻ ടീച്ചറെ എന്താണെന്ന് അറിയാൻ പാടില്ല, TN എന്നും പറഞ്ഞ് എഴുതി കാണിക്കണമെന്ന് പറഞ്ഞു. ടീച്ചറിന് മനസ്സിലായില്ലേ TN എന്താണെന്ന്? ഇപ്പം ഞാൻ പറഞ്ഞ് ഈ TN എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് TN എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. വിജയകുമാർ സാർ വാങ്ങിച്ചു തന്നതായിരുന്നു കാറ്. അവിടെ വിജയകുമാർ സാറിൻ്റെ കാർ എനിക്ക് തന്നതാണ്. അത് TN രജിസ്ട്രേഷൻ, തമിഴ്നാടാണ്. അപ്പം ഞാൻ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയസ് എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ എന്ന് ഞാൻ മാത്രം ചോദിച്ചു. കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ, സബ്ജക്റ്റ് വൈസ് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇൻകം ടാക്സ് ഓഫീസിൽ ടീച്ചർ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നിങ്ങളെ കണ്ടാൽ ഗവൺമെൻറ്റിനെ ചതിച്ചതായിട്ട് തോന്നത്തില്ല, പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല, പൈസ അടക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കേസിലേക്ക് പോവുകയാണ്. കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പലിശയുടെ പലിശയും എല്ലാം കൂടി പണിയാവും. അപ്പോൾ ഒന്നും ചെയ്യാം. അപ്പോൾ ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉടമ്പടിയിൽ നല്ല വിശ്വാസമാണ്. ഇപ്പോൾ ഈ ഓഫീസർ ഇവിടെ തള്ളിക്കളയുമ്പോൾ ഇവർ ന്യൂട്രായിട്ട് പതറത്തില്ല. അവിടെ വെച്ച് പതുക്കെ ഉടമ്പടി ഉപ്പെടുത്തിട്ട് സാറിന് മേശപ്പുറത്തിടും. വിശ്വാസത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലും. നമ്മളെ എല്ലാവരും ഈ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷനിൽ റീസൺസ് ഒന്നുമില്ല. റീസൺ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബുദ്ധിയല്ല, വിശ്വസിക്കുന്നു എന്നുള്ളതാണ് റീസൺ. അതിൻ്റെ യുക്തി എന്താണ്? വിശ്വാസത്തിൻ്റെ യുക്തി എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ യുക്തി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിന് വേറെ സെക്കുലർ യുക്തിയില്ല. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിൽ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, അതാണ് എൻ്റെ യുക്തി. ആ വിശ്വാസത്തിന് യുക്തിയാണുള്ളത്. ടീച്ചർ ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് മേശയുടെ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ മേശത്തായിട്ട്. കാരണം ഉടമ്പടി ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. എന്താ അർത്ഥം? ഉപ്പ് ഉടമ്പടിയുടെ അടയാളമാണ്, ഉടമപ്പെടുത്തലാണ്. ബൈബിളിൽ ഉപ്പിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആ സ്ഥലം ഇനിയുള്ള സംസാരങ്ങൾ SP ആയാലും പട്ടാളമായാലും പോലീസായാലും പ്രധാനമന്ത്രി ആയാലും ഇനിയുള്ള സംസാരങ്ങൾ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നു. നീ വിഷയം പൂർണ്ണമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നു ദൈവം. അത് ഇവിടെ ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ രാജ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ആധിപത്യം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വെയർ ഗോഡ് റെയിൻസ്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചത് സത്യമാണ്. ഈ സത്യങ്ങളെല്ലാം പ്രായോഗിക സത്യങ്ങളാണ്. എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ രാമരാജ്യമുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷെ അതല്ല ദൈവരാജ്യം. വാട്ട് ഈസ് ദൈവരാജ്യം? ഈശോ ദൈവരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്? ബെസ്ലിയ തോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അത് നിന്നിൽ തന്നെയാണ്. അതെന്താണ്? കിങ്ഡം ഓഫ് ഗോഡ് വേർ ഗോഡ് റെയിൻസ്. എവിടെയാണോ ദൈവ അധികാരം നടപ്പിലാക്കുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത്, അതാണ് ദൈവരാജ്യം. നമ്മളെ ഉപ്പിട്ടിട്ട് പറഞ്ഞത് എന്താണ്? ദൈ കിങ്ഡം കം എന്നാണ് പറഞ്ഞത്. നാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഭരണത്തിൻ്റെ കീഴിലാകണമേ. ഇനി സാത്താനോ മനുഷ്യനോ ഇവിടെ ഭരിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നു നീയാണ് ദൈവമെന്ന്. അതുകൊണ്ട് നിൻ്റെ രാജ്യം ഈ ഇൻകം ടാക്സ് ഓഫീസിൽ നിറവേറണം എന്ന് പറഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴേ നമ്മളെന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസ പ്രമാണം ചൊല്ലാം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ്, യേശു അധികാരിയാണ്, യേശു രാജാവാണ് എന്ന് ഞാൻ യേശുവിൻ്റെ ആധിപത്യത്തിന് ഞാൻ എൻ്റെ ഈവൻസുകൾ ഞാൻ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അതാ വിശ്വാസ പ്രമാണം. യേശു കർത്താവാണെന്ന് റോമ 8:10 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. റോമ 10:9.
ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മരിച്ചവരിൽ നിന്ന് എന്താ നമ്മൾ വിശ്വസിക്കണത്? ഒന്ന് എന്താ പറഞ്ഞത്? യേശു കർത്താവാണ്. പറഞ്ഞേ, യേശു കർത്താവാണ്. നമ്മൾ വിശ്വസിക്കണത് എന്താണ്? ഒത്തിരി വാരിക്കെട്ടൊന്നും വിശ്വസിക്കണില്ല. എന്താണ്? യേശു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവാണെന്ന് പറയുമ്പോഴേ ഈ ലോകത്തിൻ്റെയും വരാനിരിക്കുന്ന ലോകത്തിൻ്റെയും കർത്താവാണ്, ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 11:25. യോഹന്നാൻ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം മരണം എന്ന് പറഞ്ഞാൽ പോലും വിശ്വാസമുണ്ടെങ്കിൽ ജീവനുണ്ടാകും. ചത്തുപോയ സംഭവമായിരിക്കും. മനസ്സിലായില്ലേ? ചത്തുപോയ സംഭവമായിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് വന്ന് ഇവരുടെ സമാധാനം ചത്തുപോയി ഇല്ലേ? ജപ്തി നടപടി വന്ന് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച വന്നുപോയി, ചത്തുപോയ സംഭവമാണ്. പക്ഷേ ഇതിനെ ജീവിപ്പിക്കാനുള്ള ഒറ്റ സിംഗിൾ ഫോർമുലയേ ഉള്ളൂ. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ. പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഏത് തരത്തിൽ മരിച്ചു പോയാലും ജീവിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ശരീരത്തെ മരിച്ചാൽ പോലും, കാരണം ഞാൻ അമ്മയെ കണ്ടില്ലേ, അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആളാണല്ലോ. അമ്മ 2000 കൊല്ലം മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് നിങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളല്ലേ. ആ ആളിനല്ലേ ഞാൻ പുറകിൽ സമയഘടികാരം ചാർത്തി കണ്ടത്. അപ്പം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം നിത്യജീവൻ എന്നുള്ള വിഷയമാണ് യേശുവിലേക്ക് നമ്മളെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതെന്താ നമ്മളിതെങ്ങനെയാണ് ഒരു സിമ്പിൾ ആൻഡ് സിംഗിൾ ഓപ്പറേഷനിലൂടെയാണ് ഈ ആക്ടിവേഷൻ നടക്കുന്നത്. റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്. പറഞ്ഞേ, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചതുപോലെ അവനെ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെയും ഈ സകല സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിലാണ് ഞാൻ ഈ ആക്ടിവേഷൻ നടത്തുന്നത്, ഈ സാൾട്ടാറ്റീവ് ആക്ടിവേഷൻ നടക്കുന്നത്. അവരെ ഉപ്പ് താഴെയിട്ട് തരി 2-3 തരി ഇട്ട് കാണത്തുള്ളേ. അല്ല നിങ്ങളെപ്പോലെ ചാക്ക് പോലെ കൂടെ കുഴഞ്ഞിട്ടൊന്നുമില്ലേ. 2 തരി വിശ്വാസത്തിന് 2 തരി മതി. 2 തരി ഇട്ടിട്ട് വിശ്വാസം പ്രഖ്യാപിക്കും. ആ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ ഉയർത്തുന്നേക്കും. അതെങ്ങനെ ഉയർത്തുന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഓഫീസറിൻ്റെ മൈൻഡ് സെറ്റ് മാറും. ഓഫീസർ പറയും നിങ്ങളുടെ ടാൻ നമ്പർ ഇങ്ങോട്ട് തരാൻ പറയും. കണ്ട TN പറഞ്ഞ കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഇൻകം ടാക്സ് അറിയാൻ പാടില്ലാതെ ഉള്ളു, എല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ. TN പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടനെ ടീച്ചർ ഇൻകം ടാക്സിന് ഇവിടെ ടാൻ നമ്പർ കൊടുക്കും. ടാൻ നമ്പർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 4 കൊല്ലമായിട്ട് ഇവരെക്കുറിച്ച് യാതൊരുവിധ അരിയർ ഇവർക്ക് കടം, അതായത് ടാക്സ് അടക്കാനുണ്ട് എന്നുള്ള യാതൊരുവിധ എൻട്രിയും മെയിൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു വിഷയമില്ല. ഇത് തെറ്റി വന്നിരിക്കുന്ന സാധനമാണെന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ രീതിയിൽ ഇടപെടാതിരുന്നെങ്കിൽ ഈ പൈസ മൊത്തം അടച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയും. ഇത് ഇവിടെ ചെന്ന് അവസാനിക്കാത്ത കേസാണത്. നമ്മളിൽ നിന്ന് എന്താ മനസ്സിലാക്കണത്? എല്ലാത്തിനും പോംവഴിയുണ്ട്. പക്ഷെ ആ ഉടമ്പടി എടുക്കാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ ചെന്ന് വരുമ്പോഴാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നത്.